Hi viewers, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് Alleppey Style മീൻ മുളകിട്ടത്. നല്ല റെഡ് കളർ മീൻ കറി കാണുമ്പോൾ ചോറ് കഴിക്കാൻ ഒന്നും കൂടി വിശപ്പ് കൂടും അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ആലപ്പുഴ സ്റ്റൈലിലുള്ള മീൻ മുളകിട്ടതാണ്. മീൻ മുളകിട്ടതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് മുളക് പൊടി. മുളക് പൊടി നല്ല അസല് മുളക് പൊടി ആയിരിക്കണം കേട്ടോ. എന്നാലേ നല്ല അടിപൊളി മീൻ മുളകിട്ടത് കുടംപുളിയൊക്കെ ഇട്ട് വെച്ചാലേ നന്നാവൂ. മില്ലിൽ വെച്ച് പൊടിച്ച മുളക് പൊടിയാണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. ഇന്ന് മീൻ എന്താണ് കിട്ടിയത്? നല്ല മീൻ മുളകിട്ടത് വെക്കാൻ പറ്റിയ ദിവസമല്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നമുക്ക് നോക്കാം. അപ്പോൾ കറിക്ക് വേണ്ടിയുള്ള മീൻ നന്നാക്കണ മുമ്പ് തന്നെ 3 കഷ്ണം കുടംപുളി എടുത്ത് നന്നായി കഴുകി തിരുമ്പി റിൻസ് ചെയ്തതിന് ശേഷം തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഒരു കപ്പിൽ മാറ്റി വെച്ചിട്ടുണ്ട് സോക്ക് ചെയ്യാൻ. അപ്പോൾ മീൻ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുന്നുണ്ട്. അതിന് മുന്നേ ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെച്ചിരുന്നു. ഒരു സവാള സ്ലൈസ് ചെയ്തത്, ചുവന്നുള്ളി ഒരു 6-8 എണ്ണം അതും സ്ലൈസ് ചെയ്തത്, ഒരു കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞത്, ഒരു 8-9 അല്ലി വെളുത്തുള്ളി സ്ലൈസ് ചെയ്ത് അല്ലെങ്കിൽ ചോപ്പ് ചെയ്തത്, പിന്നെ പച്ചമുളക് 5 എണ്ണം അല്ലെങ്കിൽ ടേസ്റ്റിനനുസരിച്ച് ചോപ്പ് ചെയ്ത് അല്ലെങ്കിൽ കീറി ഇടാം, 2 തണ്ട് കറിവേപ്പില. ഇത് 3 കൂടി ഒരു പേസ്റ്റ് ആക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് 3 കൂടി ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് ഒരു പേസ്റ്റ്. ഒരുപാട് കട്ടിയും വേണ്ട, ഒരുപാട് ലൂസും ആവണ്ട, അങ്ങനത്തെ ഒരു പേസ്റ്റ്. അങ്ങനെ ഒരു പേസ്റ്റ് ഉണ്ടാക്കി വെക്കാൻ പോവാണ്. അപ്പോൾ ഇത് മുളക് പൊടിയുടെ എരിവ് അനുസരിച്ചിട്ട് വേണം മുളക് പൊടി ചേർക്കാൻ. നിങ്ങളുടെ മുളക് പൊടി നിങ്ങൾക്കെല്ലാം അറിയുള്ളൂ, അതുകൊണ്ട് അതിൻ്റെ അളവ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഇനി ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൽ 1/2 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടണം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഞാൻ ഇങ്ങനത്തെ മുളകിട്ട കറികൾക്ക് ആദ്യം ഇഞ്ചിയിട്ടാണ് വഴറ്റി തുടങ്ങുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആദ്യം ഇടും, പിന്നെ കറിവേപ്പില. ഒരു മണം കിട്ടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് സവാളയും ഉള്ളിയും കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായി വഴറ്റി എടുക്കണം. അപ്പോൾ നന്നായി വഴറ്റി മൂത്ത മണം വന്ന് സവാള ഒക്കെ ഒന്ന് ചെറുതായി സോഫ്റ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച പേസ്റ്റ് ചേർക്കാം. അപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വെക്കണം. ഉണ്ടാക്കി വെച്ച പേസ്റ്റ് മുഴുവൻ ചേർക്കാം. എന്നിട്ട് ഈ ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും ചുറ്റിക്കഴുകി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ പൊടികളൊന്നും അടി പിടിക്കാണ്ടും ഇരിക്കും. ശകലം, ഒരുപാട് വെള്ളമല്ല കേട്ടോ. ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടി പിടിക്കാതെ നോക്കണം. എന്നിട്ട് അതിൻ്റെ ആ വെള്ളം കൂടി ചേർക്കാം. ഫ്ലെയിം നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, തീരെ അടി പിടിക്കരുത്. ഇടയ്ക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കാം. ആ പൊടികളൊക്കെ ഒന്ന് നല്ല മൂത്ത മണം വരണം. അങ്ങനെ പതിയെ കുറച്ച് വെള്ളം ഇറ്റിച്ചു കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ആ നല്ലൊരു മണം വന്ന് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരണം. ഇപ്പം നമുക്ക് ഒരു വലിയ ടൊമാറ്റോ ആഡ് ചെയ്യാം. ചോപ്പ് ചെയ്തത് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം. ടൊമാറ്റോ ഒക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ ഈ ടൊമാറ്റോ ഒന്ന് ഉടഞ്ഞു കിട്ടുന്നത് വരെയും പ്രത്യേകിച്ചും പിന്നെയും ശ്രദ്ധിക്കണം മസാലപ്പൊടികൾ അടി പിടിക്കാതെ. ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി വെള്ളം ഇറ്റിച്ചു കൊടുക്കാം. അങ്ങനെ ടൊമാറ്റോസിൻ്റെ കാര്യം ഒരു തീരുമാനമായി നന്നായി ഉടഞ്ഞു ചേർന്നിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് സോക്ക് ചെയ്ത് ആദ്യം വെച്ചിരുന്ന കുടംപുളി ഈ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. 3 കഷ്ണമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കുടംപുളിയുടെ പുളി അനുസരിച്ചിട്ട് വേണം ചേർക്കാൻ. അപ്പോൾ അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം പാകത്തിന് ചേർത്ത് കൊടുക്കണം. ഇവിടെ 500 ഗ്രാം മീനിൻ്റെ കറി ഉണ്ടാക്കാനാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി 2 കപ്പ് വെള്ളം, 1 കപ്പ് എന്ന് പറഞ്ഞാൽ 240 മില്ലിയുടെ കപ്പ്, അങ്ങനെ 2 കപ്പ് വെള്ളം. ഇത്രയും മതി. മീൻ മുളകിട്ടതിന് വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് ആദ്യം തന്നെ കൂടിപ്പോയാൽ നമ്മുടെ കറി ഒരുപാട് ഡൈല്യൂട്ടായി പോകും. പിന്നെ അത് ശരിയാക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ കുടംപുളി സോക്ക് ചെയ്ത വെള്ളം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒടുവിൽ പുളി നോക്കിയിട്ട് അതിൻ്റെ വെള്ളം ചേർക്കാം അവസാനം. അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ തിളച്ച് വരട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 500 ഗ്രാംസ് മീൻ, ഇവിടെ ആവോലി പോലത്തെ മീനാണ് കിട്ടിയത്. ഗോൾഡൻ പോംഫ്രെറ്റ് എന്ന് പറയും ഇവിടെ. അതിൻ്റെ തൊലി കളഞ്ഞ കഷ്ണങ്ങളാണ് ഞാൻ ഇടുന്നത്. കഴുകി ക്ലീനാക്കി വെച്ചിരുന്നു. മീനും ചേർത്ത് ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം നമുക്കിനി ഇത് തീ കുറച്ച് വെക്കാം. എന്നിട്ട് പകുതി ഒന്ന് മൂടി വെക്കാൻ വേണമെങ്കിൽ. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഒരു പാകമായിട്ടുണ്ട്. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല കുറുകി നമ്മുടെ കറക്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ കറി. ഇടയ്ക്ക് കുടംപുളിയുടെ വെള്ളം കുറച്ച് ചേർത്തിരുന്നു. പുളി കുറച്ചും കൂടി ആവാമെന്ന് തോന്നിയ കാരണം കുടംപുളിയുടെ പുളി അനുസരിച്ച് അത് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ എനിക്കിവിടെ 10 മിനിറ്റിൽ ഒരു 2 മിനിറ്റ് കൂടുതലായിട്ട് എടുത്ത് ഇതുപോലെ ഒന്ന് കുറുകി കറി പാകമാവാൻ ആവശ്യത്തിന് വറ്റുന്ന വരെ കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഏറ്റവും അവസാനം കുറച്ച് ഫ്രഷ് കറിവേപ്പില ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ കീറി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ. അപ്പോൾ ടേസ്റ്റ് ഒന്നും കൂടി കൂടും. ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല അടിപൊളി അലപ്പി സ്റ്റൈൽ മീൻ മുളകിട്ടത് ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.